ഇവിടുത്തെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ എത്താറുണ്ട്. അങ്ങനെ ഇവിടേക്ക് ക്ഷണിക്കപ്പെടുന്നത് എനിക്ക് ഉണ്ട് എന്ന് ഞാൻ പോലും കരുതുന്നില്ലാത്തതായ വിജ്ഞാനത്തിനുള്ള ഏതോ അംഗീകാരം ആണ് എന്നെനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. മറിച്ച് ഈ ട്രസ്റ്റിന് എന്നോടുള്ള സ്നേഹം, ഇവിടുത്തെ സ്വാമിമാർക്ക് എന്നോടുള്ള വാത്സല്യം, അതിൻ്റെയൊക്കെ പ്രതിഫലനം ആയി മാത്രമേ ഞാൻ അതിനെ എന്നും കണ്ടിട്ടുള്ളൂ. ആ വാത്സല്യം നിർലോഭമുണ്ടാകട്ടെ എന്ന് ചിന്തിക്കുകയാണ് ഈ വേദിയിൽ ഓരോ തവണ വരുമ്പോഴും ഞാൻ. ഗുരുദേവൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയാണ്. ആ ഗുരുദേവൻ്റെ സാഹിത്യ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സ്വാഭാവികമായും ഈ സാഹിത്യ സമ്മേളനത്തിൽ അപഗ്രഥിക്കേണ്ടത്. അതിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഗുരുദേവൻ്റെ വ്യക്തിത്വത്തിൻ്റെ നാനാവശങ്ങളെക്കുറിച്ചുള്ള വ്യത്യസ്ത വിചിന്തനങ്ങൾക്ക് ഇവിടെ വേദിയുണ്ട് എന്നുള്ളതുകൊണ്ട് അതിലേക്ക് അധികം കടക്കേണ്ടതില്ല എന്ന് എനിക്കും തോന്നുന്നുണ്ട്. ഗുരുദേവ സന്ദേശങ്ങൾക്ക് സാർവദേശീയ തലത്തിൽ തന്നെ വർദ്ധിച്ച പ്രസക്തിയും സാങ്കത്യവുമുള്ള ഒരു ഘട്ടത്തിലാണ് ഈ ശിവഗിരി തീർത്ഥാടനം നടക്കുന്നത് എന്ന് നമുക്കറിയാം. ആത്മീയത ദുഷിച്ച് ഒരുതരം വ്യാജ ആത്മീയതയായി മാറുന്ന ഒരു കാലം. സ്പിരിച്വാലിറ്റി അതിവേഗത്തിൽ ഒരു സ്പൂറിയസ് സ്പിരിച്വാലിറ്റിക്ക് വഴിമാറുന്ന കാലം. മതാത്മകത ദുഷിച്ച് വർഗീയത ആവുകയും വർഗീയത ദുഷിച്ച് ഭീകരത ആവുകയും ചെയ്യുന്ന ഒരു കാലം. ഇതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് നാം ഇന്ന് ലോകം എമ്പാടും കാണുന്നത്. രാഷ്ട്രീയമല്ല, മതമാണ് പലപ്പോഴും ലോകത്തെമ്പാടും ഇന്ന് ചോരയൊഴുക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയൊന്നുമില്ല. ഓരോ മതത്തിൻ്റെ കാര്യത്തിലും ഈ വിധത്തിൽ സ്പിരിച്വാലിറ്റി ഒരു സ്പൂറിയസ് സ്പിരിച്വാലിറ്റിക്ക് വഴിമാറുന്നു എന്നത് യാഥാർത്ഥ്യമാവുകയാണ്. നാം കേട്ടിട്ടുള്ള ഏറ്റവും പ്രശസ്തമായ ശാന്തിമന്ത്രങ്ങളിലൊന്ന് ആരോടും വിദ്വേഷമുണ്ടാവാതിരിക്കട്ടെ എന്നതാണ്. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ എന്നത് വളരെ പ്രശസ്തമായൊരു ശാന്തിമന്ത്രമാണ്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചും ഒരുമിച്ച് വീര്യമാർജിക്കുന്നതിനെക്കുറിച്ചും ഒരുമിച്ച് തേജസ്വികളാവുന്നതിനെക്കുറിച്ചും ഒക്കെയാണ് അത് പറയുന്നത്. എന്നാൽ നമുക്ക് ഒരുമിച്ച് നടക്കാൻ കഴിയാത്ത, ഒരുമിച്ച് സംസാരിക്കാൻ കഴിയാത്ത ഒരു അന്തരീക്ഷം വേഗത്തിൽ രൂപപ്പെട്ടു വരികയാണ്. അതേപോലെ ഋഗ്വേദത്തിലെ ഒരു സൂക്തമുണ്ട്, സംഗച്ഛത്വം സമ്പദത്വം സംഭവം അനാംസുജാനതാം എന്ന് തുടങ്ങുന്നത്. അതിൽ പറയുന്നത് മനസ്സുകൾ പോലും ഐകരൂപ്യത്തോടെ രഞ്ജിപ്പോടെ വർത്തിക്കുന്ന അവസ്ഥയുണ്ടാകട്ടെ എന്നാണ്. എന്നാൽ മനസ്സുകളുടെ രഞ്ജിപ്പ് എന്നത് ഏതാണ്ട് അസാധ്യമായി തീരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്ന് എത്തി നിൽക്കുന്നത്. സമാനു മന്ത്ര സമിതി സമാനി സമാനം മന സഹചിത്തമേഷാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആ ശാന്തിമന്ത്രത്തിൽ പറയുന്ന ഋഗ്വേദ സൂക്തത്തിൽ പറയുന്ന കാര്യങ്ങളെയൊക്കെ അസാധ്യമാക്കുന്ന വിധത്തിൽ ഈ ശാന്തിമന്ത്രത്തിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമായി അറിയപ്പെടുന്നവർ തന്നെ ഒരു വളരെ വിഹ്വലമായ അവസ്ഥ സൃഷ്ടിക്കുന്നു എന്നത് നമ്മൾ ആലോചിക്കണം. സർവ്വലോകവും നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ മനുഷ്യ നിനക്കെന്ത് എന്ന് ചോദിച്ചു ബൈബിൾ. ആ ബൈബിൾ ഏറ്റവും വലിയ ആരാധ്യഗ്രന്ഥമായി കരുതുമ്പോൾ തന്നെ ആത്മാവ് നഷ്ടപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ പോലും സർവ്വലോകത്തെയും കീഴടക്കാനുള്ള വല്ലാത്തൊരു വ്യഗ്രത മനുഷ്യ മനസ്സുകളെ ഗ്രസിക്കുന്ന ഘട്ടമാണ്. നമുക്കറിയാം, ഇറാഖിനെ ചുട്ട് ഭസ്മമാക്കിയത് ഒരു രാത്രിയിലുണ്ടായ ദൈവവിളിയുടെ ഫലമായാണ് എന്നാണ് അന്ന് അമേരിക്കയെ നയിച്ച അതിൻ്റെ പ്രസിഡന്റ് പോലും പറഞ്ഞത്. അങ്ങനെ ഉണ്ടാകുമോ? സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ചുട്ടുകൊല്ലണമെന്ന് ദൈവം ആഹ്വാനം ചെയ്യുമോ? ദൈവമോ ആ ദൈവവുമായി ബന്ധപ്പെട്ട ആത്മീയതയോ മതാത്മകതയോ ഒന്നും അങ്ങനെ എവിടെയും ആഹ്വാനം ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. എങ്കിൽ പോലും ഒരു രാഷ്ട്രീയ ആവശ്യം എന്ന രീതിയിൽ ആ വിശ്വാസ പ്രമാണത്തെ തന്നെ വളച്ചൊടിക്കുന്നതിന് രാഷ്ട്രീയ അധികാരിക്ക് വിഷമമില്ലാതെ വരുന്ന ഒരു കാലം. ലോകത്തെ നിഷ്ഠുരരിൽ നിഷ്ഠുരനായ ഫറവോനോട് പോലും സൗമ്യമായ വാക്കുകളിൽ സംസാരിക്കണമെന്നാണ് അള്ളാഹ് മൂസാ നബിയോട് പറഞ്ഞത് എന്ന് നമുക്കറിയാം. എന്നാൽ തസ്ലിമ നസ്രീനെ പോലെ, അതുപോലെ സൽമാൻ റഷ്ദിയെ പോലെ ഉള്ളവർക്കെതിരെ മരണ വാറണ്ട് എഴുതുന്നതിന് ഈ സൗമ്യത തടസ്സമായിക്കൂടാ എന്ന രീതിയിൽ മതാത്മകത ദുഷിക്കുന്നത് നമ്മൾ കാണുന്നു.
ജീവനുമേൽ മനുഷ്യന് അവകാശമില്ല എന്ന് പഠിപ്പിച്ചു ഗുരുഗ്രന്ഥ സാഹിബ്. സിഖ് മതത്തിൻ്റെ പരിപാവനമായ പ്രാമാണിക ഗ്രന്ഥം തൊട്ട് തലയിൽ വെച്ചിട്ടാണ് ഖലിസ്ഥാൻ തീവ്രവാദികൾ RDX ബോംബ് പൊട്ടിച്ച് മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുന്നത് എന്നത് നമ്മൾ കണ്ടു. അഹിംസയാണ് പരമമായ ധർമ്മം എന്ന് പഠിപ്പിച്ചു ബുദ്ധമതം. ആ ബുദ്ധമതത്തിൻ്റെ തന്നെ അനുയായികളാണ് സോളമൻ ഭണ്ഡാരനായികയെ പോലെയുള്ളവരെ വെടിവെച്ച് കൊന്നത് എന്ന് നമുക്കറിയാം. സ്പിരിച്വാലിറ്റി എത്ര വേഗത്തിലാണ് വല്ലാത്തൊരു സ്പിരിച്വാലിറ്റിക്ക് വഴിമാറുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാമഭക്തൻ ആരാണെന്ന് ചോദിച്ചാൽ ആർക്കും സംശയമുണ്ടാവില്ല. റാം എന്ന് ജപിച്ച് നടന്ന മഹാത്മജിയാണ് എന്നെല്ലാവർക്കും അറിയാം. ആ മഹാത്മജിയെ വെടിവെച്ച് കൊന്നതും ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ്, ആത്മീയതയുടെ പേരിലാണ്. അത് ചെയ്തത് റാം എന്ന് തന്നെ പേരുള്ള ഒരാളാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ മഹാത്മജി ആത്മീയതയുടെ വക്താവായിരുന്നുവെങ്കിൽ നാഥുറാം വിനായക് ഗോഡ്സെ കപട ആത്മീയതയുടെ, വിഷലിപ്തമായ ആത്മീയതയുടെ, ആത്മീയതയുടെ വക്താവായിരുന്നു എന്ന രീതിയിൽ ഈ സ്പിരിച്വാലിറ്റിയും തമ്മിൽ വേർതിരിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ വലിയ ഒരു ആപത്തിലേക്കാണ് പോവുക. തൻ്റെ എല്ലാവിധത്തിലുള്ള സാഹിത്യകൃതികൾ കൊണ്ടും ആവർത്തിച്ച് ഗുരുദേവൻ ഉത്ബോധിപ്പിച്ചത് തീർച്ചയായും ഈ വലിയൊരു സത്യമാണ്. മനുഷ്യത്വത്തിൻ്റേതായ ഒരു മഹത്വത്തിൻ്റെ പ്രകാശം പ്രസരിപ്പിക്കുന്നതായിരുന്നിട്ടുണ്ട് ഗുരുദേവൻ്റെ എല്ലാ കൃതികളും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളും ഇങ്ങനെ ചോരയിൽ ആഴ്ന്നു പോകുമ്പോൾ ഓരോ ഇടവും കനലുകളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ സാന്ത്വനമാകുന്നത്, മനുഷ്യ മനസ്സുകളുടെ ഒരുമ ഊട്ടിയുറപ്പിക്കാൻ സഹായകമാകുന്നത് ഗുരുദേവൻ്റെ ചിന്തകളാണ്. പലമതസാരവും ഏകം എന്ന ഗുരുസൂക്തത്തിലുണ്ട് ഈ വിഷലിപ്തമാകുന്ന, അതിജീർണമാകുന്ന ഈ അവസ്ഥയ്ക്ക് ഉള്ള പരിഹാരം. കൊല്ലുന്നതും എങ്ങനെ ജീവികളെ എന്ന ഗുരുവിൻ്റെ ചോദ്യത്തിലുണ്ട് പരിഹാരം. മനുഷ്യത്വം ജാതി എന്ന് പറയുന്നതിലുണ്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള പരിഹാരം. മനുഷ്യത്വം ജാതി, മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ് എന്നത് മനസ്സിൽ ഉറപ്പിച്ചാൽ, അതേപോലെ കൊല്ലുന്നതും എങ്ങനെ ജീവികളെ എന്ന ചോദ്യം മനസ്സിൽ ഉറപ്പിച്ചാൽ, പല മതസാരവും ഏകം എന്നത് മനസ്സിൽ ഉറപ്പിച്ചാൽ, ഗാസ ചിന്തിൽ ഈ വിധത്തിൽ ഈ രക്തപ്പുഴ ഒഴുകുമോ? പിഞ്ചു കുഞ്ഞുങ്ങളെ ഈ വിധത്തിൽ മിസൈലേറ്റ് തകർന്നടിയുന്ന കെട്ടിടങ്ങൾക്ക് അടിയിൽ വീണ് ഞെരിഞ്ഞ് അമരുമോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഗുരുദേവ സൂക്തങ്ങളെല്ലാം തന്നെ ഏതാണ്ട് സാഹിത്യ രൂപത്തിൽ തന്നെയാണ് എന്നുള്ളത് ഓർമ്മിക്കണം. ചിലത് ഗദ്യത്തിൻ്റെ രൂപത്തിലുള്ളതാണ്, ചിലത് പദ്യത്തിൻ്റെ രൂപത്തിലുള്ളതാണ്. ഈ ഗുരുദേവ സൂക്തങ്ങളുടെ, ഗുരുദേവൻ്റെ സാഹിത്യ സംഭാവനകളുടെ ഈ സന്ദേശം നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും എത്തിക്കാൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ്. ആ നിലയ്ക്ക് ശിവഗിരി തീർത്ഥാടനത്തിന് സ്വാഭാവികമായും ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കാനുണ്ടത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ചിന്തകൾ, ശ്രീനാരായണ ഗുരുദേവൻ്റെ സാഹിത്യകൃതികൾ, അദ്ദേഹത്തിൻ്റെ സൂക്തങ്ങൾ ഒക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ദേശ അതിർത്തിയുടെ വരമ്പുകൾക്കിപ്പുറത്ത് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഈ ലോകത്തെമ്പാടും തന്നെ ഈ അതിരുകളെ അതിലംഘിക്കുന്ന വിധത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ കഴിയുമോ എന്നതാണ് ആലോചിക്കേണ്ടത്. അങ്ങനെ ആലോചിക്കുമെങ്കിൽ സത്യത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ഒറ്റമൂലി ഗുരുദേവൻ്റെ ചിന്തകളിലുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അത്തരം ഒരു വലിയ ദൗത്യം ശിവഗിരി ട്രസ്റ്റ് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി ഏറ്റെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതര വിഷയങ്ങൾക്കൊപ്പം ഗുരുദേവൻ്റെ സാഹിത്യ സംഭാവനകളെക്കുറിച്ചുള്ള സംവാദം കൂടി, ഇവിടെ നേരത്തെ സ്വാമി പറഞ്ഞ പോലെ ഒരു വിചാര സദസ്സു കൂടി വേണം എന്ന് അവർ തീരുമാനിച്ചത്. ആ തീരുമാനത്തിന്, അതിൻ്റെ പിന്നിലുള്ള സാംസ്കാരികമായ ഉത്കർഷത്തിന് നന്ദി പറയട്ടെ ഞാൻ തുടക്കത്തിൽ തന്നെ. ഈ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഇങ്ങനെ സാഹിത്യ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. ഓരോ സാഹിത്യ സമ്മേളനത്തിലും കേരളത്തിലെ പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകൾ വന്ന് ഗുരുദേവ ചിന്തകൾ മുൻനിർത്തിയുള്ള സ്വന്തം ചിന്തകൾ മുമ്പോട്ട് വയ്ക്കാറുമുണ്ട്. അത് ഈ ശിവഗിരി കുന്നിലും താഴ്വാരത്തിലും മാത്രമായി അങ്ങനെ പ്രതിധ്വനിച്ച് അടങ്ങുകയല്ല വേണ്ടത്. അത് നമ്മുടെ കേരളത്തിൻ്റെ എങ്കിലും എല്ലാ ഭാഗത്തേക്കും എത്തിക്കുകയാണ് വേണ്ടത്. ആ നിലയ്ക്കുള്ള ഒരു ദൗത്യം കൂടി ഏറ്റെടുക്കണം എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ. ഗുരു എന്തെല്ലാമായിരുന്നു എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ എളുപ്പം
ഗുരു എന്തെല്ലാം ആയിരുന്നില്ല എന്ന് ചിന്തിക്കുന്നതാണ്. എല്ലാവർക്കും അറിയാം ഗുരു ബഹുമുഖ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു എന്ന്. കേരള സാഹിത്യ അക്കാദമിയിൽ കേരളത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള പ്രമുഖരായ എഴുത്തുകാരുടെ എല്ലാം ചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നപ്പോൾ കുറേ സമയമെടുത്ത് ഈ ചിത്രങ്ങളിലൂടെ ഇങ്ങനെ ഒന്ന് കണ്ണോടിച്ച് അങ്ങനെ നടന്നു. ഞാൻ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയനായിരിക്കുന്നു. ഇംഗ്ലീഷിൽ കോൺസ്പീക്വസ് ബൈ ആബ്സെൻസ് എന്ന് പറയുമല്ലോ. കേരളത്തിലെ മലയാളത്തിലെ കവികളുടെ സാഹിത്യകാരന്മാരുടെ ഒക്കെ ചിത്രങ്ങൾ ആ നിരയിലുണ്ട്. എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ചിത്രം അവിടെ കാണുന്നില്ല. ഞാനപ്പോൾ ചോദിച്ചു ആ സാഹിത്യ അക്കാദമിയുടെ ഭാരവാഹികളിൽ ഒരാളോട്, എന്തുകൊണ്ടാണ് ഗുരുദേവൻ ഇല്ലാത്തത്? അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്: ഗുരുദേവൻ സാമൂഹ്യ പരിഷ്കർത്താവല്ലേ. അപ്പോൾ നമ്മളാകട്ടെ ഇവിടെ സാഹിത്യകാരന്മാരുടെ മാത്രം ചിത്രങ്ങളല്ലേ അനാച്ഛാദനം ചെയ്ത് സൂക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമല്ലേ ഗുരുദേവൻ്റെ ചിത്രം ഇവിടെ ഇല്ലാത്തത്. എനിക്ക് വളരെ സമയമെടുത്ത് ഗുരുദേവൻ്റെ സാഹിത്യ വ്യക്തിത്വത്തിൻ്റെ നാനാരൂപങ്ങൾ നാനാവശങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അല്പം ഒരു അധികാരം കൂടി ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് കർശനമായി പറയുകയും ഇടപെടുകയും ചെയ്തപ്പോഴാണ് ഗുരുദേവൻ്റെ ചിത്രം അവിടുത്തെ ഗാലറിയിൽ വരുന്ന ഒരു നിലയുണ്ടായത്. പിന്നീട് ഒരിക്കൽ വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറ് യാദൃശ്ചികമായി തൃശ്ശൂരിലെ ആ സാഹിത്യ അക്കാദമി ഹാളിൽ ചെല്ലുകയും അവിടെ അതുവരെ ഇല്ലാതിരുന്ന ഗുരുദേവൻ്റെ ചിത്രം കാണുകയും അതിൽ അങ്ങനെ ഒരു ചിത്രം വരുന്നതിൽ പ്രഭാവർമ്മയ്ക്ക് എന്തോ ഒരു പങ്കുണ്ട് എന്ന് ആരോ സൂചിപ്പിച്ചതനുസരിച്ച് എനിക്ക് ഒരു കത്തയക്കുകയും ചെയ്ത് ഞാൻ ഓർക്കുകയാണ്. ആ കത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇതാണ്. ആ കത്തിൽ അതിനിടയിൽ മിന്നൽ പോലെ ഒരു നൊടിയുടെ മലയാളത്തിലെ ഏറ്റവും വലിയൊരു കവിയുടെ ചിത്രം ആ പീസിൽ ഞാൻ കണ്ടു. മുമ്പ് ഇത് കണ്ടതായി ഓർക്കുന്നില്ല. ആരാണ് അത് അവിടെ വെച്ചതെന്നോ എന്നാണെന്നോ അറിയുന്നില്ല. ആരോ പറഞ്ഞു പ്രഭാവർമ്മയ്ക്ക് അതിലൊരു പങ്കുണ്ടായെന്ന്. ആരായാലും എപ്പോഴായാലും ആ വ്യക്തിയെയും ആ നിമിഷത്തെയും ഞാൻ നമസ്കരിക്കുന്നു. വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറ് ശ്രീനാരായണ ഗുരുവിനെ മഹാകവി എന്നൊരു പ്രസംഗത്തിൽ വിശേഷിപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഒപ്പം സന്യാസിയെ കവി എന്ന് വിളിച്ചത് വില കുറഞ്ഞ കയ്യടിക്ക് വേണ്ടിയാണ് എന്ന് അന്ന് ഒരു യുവ കവി പറഞ്ഞതും ഞാൻ ഓർമ്മിക്കുകയാണ്. ഇന്ന് ആ യുവകവി നമ്മോടൊപ്പമില്ല. അതുകൊണ്ട് തന്നെ ആരായിരുന്നു ആ യുവകവി എന്ന് ഞാനിപ്പോൾ പറയുന്നുമില്ല. എന്നാൽ ആ യുവകവി അന്ന് ചോദിച്ച ചില ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ നമ്മുടെ സാഹിത്യാന്തരീക്ഷത്തിൽ ഇന്നും ഇങ്ങനെ അനാഥമായി അലയുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അതിന് മറുപടി പറയേണ്ടതുണ്ട് എന്നും എനിക്ക് തോന്നുന്നു. ഞാൻ ചോദിക്കട്ടെ, ആത്മോപദേശ ശതകത്തിലെ ഛന്ദസ് ഗുരുവാദരുടെ സംഭാവനയല്ലേ? ആത്മോപദേശ ശതകത്തിൽ ഒരു സവിശേഷ ഛന്ദസ് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഛന്ദസ് അതുവരെ ഏതെങ്കിലും ഒരു കവി ഉപയോഗിച്ചിട്ടുണ്ടോ? എൻ്റെ കാവ്യ പരിചയം വെച്ച് നോക്കിയാൽ വേറെ ഏതെങ്കിലും ഒരു കവി ആ ഛന്ദസ് അതിനു മുമ്പ് ഉപയോഗിച്ചതായി തോന്നുന്നില്ല. എ ബി എന്ന് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ക്ലാസ്സിൽ ഇന്നും പഠിപ്പിക്കുന്ന ആൾട്ടർനേറ്റ് റൈം, ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചിട്ടുള്ളവർക്കറിയാം എ ബി എന്ന ആ ആൾട്ടർനേറ്റ് റൈം, അതായത് ഏകാന്തരപ്രാസം. ആ ഏകാന്തരപ്രാസം മഹാകവി കുമാരനാശാൻ വളരെ സവിശേഷമായ രീതിയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ കുമാരനാശാന് ഈ ഏകാന്തരപ്രാസം പ്രയോഗിക്കുന്നതിന് ഉള്ള പ്രചോദനം ലഭിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ ചിജ്ജട ചിന്തനത്തിൽ നിന്നല്ലേ? ആ കൃതിയും ആശാൻ്റെ കൃതിയും എടുത്തു വെച്ച് താരതമ്യപ്പെടുത്തി വായിക്കുമ്പോൾ ഈ എ ബി എന്നുള്ള ആ റൈം നമുക്ക് തൊട്ടെടുക്കാൻ പറ്റും. ചങ്ങമ്പുഴയുടേത് എന്ന് നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ള ചില സവിശേഷ കാവ്യപ്രയോഗങ്ങളുണ്ട്. കാവ്യപ്രയോഗങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ കാൽപ്പനികമായിട്ടുള്ള ചില പദ സമുച്ചയങ്ങളുണ്ട്. ആ വാങ്മയങ്ങളൊക്കെ തന്നെ വളരെ കാൽപ്പനികമെന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. അതേസമയം വല്ലാത്തൊരു മസൃണത കലർന്നത് എന്ന് പറയാറുണ്ട്. ആ ഭാഷയിൽ നിന്നുള്ള വിമുക്തി നാം നേടേണ്ടതുണ്ട് എന്ന് നിരൂപകരൊക്കെ പറയാറുണ്ട്. ഏതായാലും ചങ്ങമ്പുഴയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പദസംസ്കാരം, ആ പദസംസ്കാരത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ദൃഷ്ടാന്തമാണ് മഞ്ജു മഞ്ജീര സിഞ്ചിതം. മഞ്ജു മഞ്ജീര സിഞ്ചിതം എന്ന് ഇന്ന് ഒരു പുതിയ കവി എവിടെയെങ്കിലും ഒരു പേജിൽ എഴുതിയാൽ സ്വാഭാവികമായും നിരൂപകരൊക്കെ പറയും, താൻ ഈ ചങ്ങമ്പുഴ ശൈലി ഒന്ന് വിട് എന്ന് പറയും. പക്ഷേ ഈ മഞ്ജു മഞ്ജീര സിഞ്ചിതം എന്നുള്ളത് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നാം ചങ്ങമ്പുഴയുടേതായ ഒരു ശൈലിയാണ് എന്ന്. പക്ഷേ ചങ്ങമ്പുഴയുടെ ശൈലിയല്ല, അത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശൈലിയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ
അദ്ദേഹം 17-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ കുമാരനാശാൻ്റെ 17-ാം വയസ്സിൽ സമാധിയായ ഗുരുപാദരുടെ കൃതിയായ വാസുദേവാഷ്ടകത്തിൽ കൂടി ഒന്ന് കടന്നു പോയാൽ മതി. ഈ 3 ചോദ്യങ്ങൾ, ഈ 3 ഉത്തരങ്ങൾ ഇത് അന്വേഷിച്ച് ഇറങ്ങിയാൽ മതി മലയാളത്തിൻ്റെ ഏറ്റവും വലിയ മഹാകവി ശ്രീനാരായണ ഗുരുദേവൻ ആണ് എന്ന് മനസ്സിലാവും. ഇത്രയൊന്നും എന്നല്ല, ഇതിൻ്റെ 1000-ൽ 1 അംശം പോലും ചെയ്യാത്ത ആരെയെല്ലാം മഹാകവികളായി നമ്മൾ ചില്ലിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. ക്ഷന്തവ്യമല്ലാത്ത ആ കുറവ് നികത്താൻ സാഹിത്യ അക്കാദമിക്ക് കഴിഞ്ഞതിൽ ഒരു ചെറിയ പങ്കുവഹിക്കാൻ എനിക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിലുള്ള അഭിമാനം കൂടി ഞാൻ ഈ വേദിയിൽ പങ്കുവയ്ക്കുകയാണ്. 1956 ആഗസ്റ്റ് 15-നാണ് തിരുക്കൊച്ചി ഗവൺമെൻറ് കേരള സാഹിത്യ അക്കാദമി രൂപീകരിച്ചത്. അതായത് കേരളപ്പിറവിക്ക് പോലും മുമ്പാണ് കേരള സാഹിത്യ അക്കാദമി ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട അക്കാദമി 1958-ൽ തൃശ്ശൂരിലേക്ക് മാറുകയാണ് ചെയ്തത്. എന്നാൽ തുടർന്നുള്ള 5 പതിറ്റാണ്ടിലേറെക്കാലവും അക്കാദമിക്ക് ഒരു സാഹിത്യകാരനാണ് ഗുരു എന്ന് തോന്നിയില്ല. ഒടുവിൽ 2010 കഴിയേണ്ടി വന്നു അക്കാദമിയിൽ ഗുരുവിൻ്റെ ചിത്രം വയ്ക്കാൻ. അങ്ങനെ ഒരു ചിത്രം അവിടെ വയ്ക്കാൻ കഴിഞ്ഞു. അങ്ങനെ വയ്ക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഗുരുവിൻ്റെ കാവ്യ ലോകവുമായുള്ള ഒരു പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയണം. ഗുരുവിനെ കവിഞ്ഞു നിൽക്കുന്ന കവികൾ നമുക്കില്ല എന്ന ഒരു വിശ്വാസദാർഢ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതും ഇതോട് ചേർത്ത് വെച്ച് പറയേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. നാവികൻ നീ ഭവാബ്ധിക്കൊരാവി വൻതോണി നിൻപദം എന്ന് എഴുതിയിട്ടുള്ള കവിയാണ് ശ്രീനാരായണ ഗുരു. ജ്ഞാനപ്രകാശത്തിൻ്റെ സൂര്യമുഖമെന്ന് വിശേഷിപ്പിക്കേണ്ട അനുപമമായ വ്യക്തിത്വം ആണ്. അപ്പാരൽഡ് ഇൻ സെലസ്റ്റിയൽ ലൈറ്റ്സ് എന്നൊക്കെ ഇംഗ്ലീഷ് കവിതയിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പാരൽഡ് ഇൻ സെലസ്റ്റിയൽ ലൈറ്റ്സ്, ദൈവികമായ ഒരുതരം വെളിച്ചത്തിൽ, അഭൗമമായ ഒരു വെളിച്ചത്തിൻ്റെ വസ്ത്രമണിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിത്വം, ആ വിധത്തിലുള്ള ഒരു വ്യക്തിത്വം, കാവ്യ വ്യക്തിത്വം ആണ് ഗുരുദേവനുള്ളത് എന്ന് ആ ഗുരുവിൻ്റെ കാവ്യകൃതികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഗാഠമായ പാരായണങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കൃതികളെ വിധേയമാക്കുമ്പോൾ ഏത് സഹൃദയനും മനസ്സിലാകുന്നതാണ്. ഗുരുവിൻ്റെ വ്യക്തിത്വത്തെ ആകെ ഒരു സമ്മേളനത്തിലേക്കോ പ്രഭാഷണത്തിലേക്കോ ഒതുക്കിയെടുക്കാനാവില്ല എന്ന് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അറിയാം. ഇവിടുത്തെ ഈ ശിവഗിരി ട്രസ്റ്റിനും അറിയാം. ഒരു കടലിലെ വെള്ളമാകെ ഒരു പുളിയില കൊണ്ട് കോരി വറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ നിരർത്ഥകമാണ് അത്തരം ശ്രമങ്ങൾ എന്ന് നമുക്കറിയാം. എങ്കിലും ഇത്തരം ഓരോ സമ്മേളനവും ഓരോ കൈത്തിരി പുതിയ തലമുറയുടെ മനസ്സിൽ കൊളുത്തി വയ്ക്കും. ആ കൈത്തിരിയുടെ വെളിച്ചത്തിൽ ഗുരുവിൻ്റെ വ്യക്തിത്വത്തെ കൂടുതൽ സമഗ്രതയിൽ, കൂടുതൽ സൂക്ഷ്മതയിൽ പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഇത്തരം സാഹിത്യ സമ്മേളനങ്ങളിൽ ശിവഗിരിയിൽ വന്ന് പങ്കെടുക്കുമ്പോൾ ഞങ്ങളെയൊക്കെ നയിക്കുന്നത്. നമ്മളുടേതായ ഒരു ശ്രമവും കൂടാതെ നമ്മിലേക്ക് എത്തുന്നു ഗുരുദേവൻ. നിത്യപൂജനീയമായ ആശയത്തിൻ്റേതായ ഒരു പ്രപഞ്ചം, വെളിച്ചം തൂകിടുന്നോളം പൂജാർഹം താനൊരാശയം എന്ന് ഇടശ്ശേരി പറഞ്ഞിട്ടുണ്ട്. വെളിച്ചം തൂകിടുന്നോളം മാത്രമേ ഒരു ആശയം, അത് ഏതാശയമാണെങ്കിലും പൂജാർഹമാകുന്നുള്ളൂ. അതിരുണ്ടഴൽ തൂകുമ്പോൾ പൊട്ടിയാട്ടുക താൻ വരം. ഏതാശയമാണെങ്കിലും ആ ആശയം ഇരുട്ടാണ് പരത്തുന്നത് എങ്കിൽ അതിനെ കൈയൊഴിയണമെന്നും, വെളിച്ചമാണ് പ്രസരിപ്പിക്കുന്നതെങ്കിൽ അതിനെ നാം നെഞ്ചോട് ചേർത്ത് പിടിക്കണം എന്നുമാണ് പറയുന്നത്. ഓരോ വർഷം കഴിയും തോറും, ഓരോ പതിറ്റാണ്ട് കഴിയും തോറും, ഓരോ നൂറ്റാണ്ട് കഴിയും തോറും പ്രകാശത്തിൻ്റെ പ്രസരണം നമുക്ക് അളന്നെടുക്കാനാവാത്ത വിധത്തിലാവുകയാണ് ഗുരുദേവ കാവ്യകൃതികളിൽ നിന്ന് എന്നുള്ളത് കൊണ്ട് തന്നെ കാലത്തെ അതിജീവിക്കുന്ന എന്തൊക്കെയോ അതിലുണ്ട് എന്നും എല്ലാ കാലത്തിനും സ്വീകാര്യമായി വരുന്ന എന്തോ അതിലുണ്ട് എന്നും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ക്ലാസിക്കുകളെക്കുറിച്ച്, എപ്പിക്കുകളെക്കുറിച്ച് ഒക്കെ ഉള്ള ഒരു നിർവചനം പറയുന്നത് ഇറ്റ് ഈസ് കണ്ടംപററി ടു ഓൾ ടൈംസ് എന്നാണ്. അതായത് ഒരു കൃതി എല്ലാ കാലത്തിനും സമകാലികമായിരിക്കുന്നുവെങ്കിൽ അത് ക്ലാസിക് ആണ്, അത് ഒരു എപ്പിക് ആണ് എന്ന് പറയാം. അങ്ങനെ എല്ലാ കാലത്തിനും സമകാലികമായിരിക്കുന്ന സാഹിത്യകൃതികളാണ് ശ്രീനാരായണ ഗുരുദേവൻ്റേത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കാലത്തും മാറ്റിവെക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഏറ്റവും വലിയ ക്ലാസിക്കാണ്, ലോക സാഹിത്യത്തിലെ ക്ലാസിക്കാണ്, ലോക സാഹിത്യത്തിലെ എപ്പിക് ഡയമെൻഷനോട് കൂടിയ ക്ലാസിക്കാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികൾ. ഞാൻ പറഞ്ഞു, നാവികൻ നീ ഭവാബ്ധിക്കൊരാവി വൻതോണി നിർണയം നിൻ പദം എന്ന് ദൈവദശകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഗുരുവിൻ്റെ കാര്യത്തിൽ ഈ ലോകത്തിന് ഈ വാക്യം സത്യമായി വരുന്ന ഒരു അനുഭവമാണ് ഉണ്ടാവുന്നത്.
പ്രക്ഷുബ്ധമായ ഇന്നത്തെ പൊതുജീവിതത്തിൻ്റെ മഹാസാഗരപ്പരപ്പിൽ മഹാദുരന്തങ്ങളുടെ നടുക്കളങ്ങളിൽ ആ ചിന്തകളൊരു ആവി വൻതോണിയായി നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനുഷ്യരാശിയുടെ ആകെ രക്ഷയ്ക്കെത്തുന്നുണ്ട് എന്ന് കാണാൻ അതിലെ ജീവിതഗന്ധിയായിട്ടുള്ള ഓരോ സൂക്തവും ദൃഷ്ടാന്തമായി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര കാക്കുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത്ത ചിന്തയും എന്ന് അദ്ദേഹം എഴുതി അനുകമ്പാ ദശകത്തിൽ. ഇന്ന് വന്യമായ ഒരു നിഷ്ഠുരത, ഒരു നൃശംസത ലോകത്തെ ആകെ കീഴടക്കുന്ന സാഹചര്യത്തിൽ ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന വാക്കുകളുടെ പ്രാധാന്യം എത്രയാണ് എന്നത് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ലോകം കൂടുതൽ കൂടുതൽ നിഷ്ഠുരമായിക്കൊണ്ടിരിക്കുകയാണ്. ലോകം കൂടുതൽ കൂടുതൽ ഭീകരമായിക്കൊണ്ടിരിക്കുകയാണ്. ജീവിത യോഗ്യമല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഈ ജീവിതത്തെ ജീവിതവ്യമാക്കുന്നതിന്, ഈ ലോകത്തെ ജീവിക്കാൻ കൊള്ളുന്ന ഒരു ഇടമാക്കി മാറ്റുന്നതിന് നമുക്ക് ലഭിക്കുന്ന വലിയ ശാന്തിയുടേതായ ആയുധം കൂടിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഇതുപോലെയുള്ള കാവ്യഭാഗങ്ങൾ. മഹാഭാഗവതത്തിൽ സർവഭൂത ഹൃദയത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആജന്മമുക്തൻ അനുപേതൻ അവൻ്റെ പോക്കിൽ ദ്വൈവായനൻ വിരഹകാതരനായി വിളിച്ചു, ഹേ പുത്ര ശാഖികളത് ഏറ്റു പറഞ്ഞതാർക്കായി സർവഭൂത ഹൃദയനു നമസ്കരിപ്പേൻ എന്നാണ് പറയുന്നത്. ഈ ഒരു സർവഭൂത ഹൃദയത്വമുണ്ട്. അതായത് വിളിച്ചാൽ വൃക്ഷശാഖികൾ പോലും കേൾക്കുന്ന വിധത്തിൽ ഓരോ ഈ സസ്യപ്രപഞ്ചമാകെ തന്നെ, ജീവപ്രപഞ്ചമാകെ തന്നെ പ്രതികരിക്കുന്ന വിധത്തിൽ ഉള്ള ഒരു മനസ്സ്, ഒരു പ്രത്യേക മനസ്സിനോട് അവയൊക്കെ പ്രതികരിക്കും. ആ വിധത്തിൽ പ്രതികരിക്കുന്ന ഒരു മനസ്സ് ഉണ്ടാവലാണ് ഈ സർവഭൂത ഹൃദയത്വം. സർവ ജീവജാലങ്ങളോടും ഉള്ള അനുകമ്പ നിറഞ്ഞ ഒരു ഹൃദയത്തിന് മാത്രമേ സർവഭൂത ഹൃദയത്വം നിറഞ്ഞ ഹൃദയമെന്ന് പറയാൻ പറ്റൂ. ആ വിധത്തിൽ സർവഭൂത ഹൃദയത്വത്തിൻ്റെ കവി എന്ന് നമുക്ക് കേരളത്തിൽ ആരെയെങ്കിലും വിശേഷിപ്പിക്കാമെങ്കിൽ അത് ശ്രീനാരായണ ഗുരുദേവനെയാണ്. എല്ലാ അർത്ഥത്തിലും സർവഭൂത ഹൃദയത്വത്തിൻ്റെ കവി ആണ് ശ്രീനാരായണ ഗുരുദേവൻ. ആ സർവഭൂത ഹൃദയത്വത്തിൻ്റെ നാനാവശങ്ങളെക്കുറിച്ച് ഗവേഷകർ വളരെ ഗൗരവപൂർവ്വമുള്ള ചർച്ച നടത്തേണ്ടതുണ്ട് എന്നുകൂടി ഞാനിതിനനുബന്ധമായി പറയട്ടെ. ഗുരുദേവനെക്കുറിച്ചുള്ള ഏത് ചിന്തയും നമ്മുടെ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ചിന്തകൾക്ക് ആണ് വഴി വെക്കുക. ഗുരുവിൻ്റെ പ്രസക്തി എന്താണ് എന്നറിയണമെങ്കിൽ, ഗുരു ഇല്ലായിരുന്നെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ചിന്താപരമായ ഇടപെടലുകൾ ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കണം. ആ വിധത്തിലുള്ള ഒരു ചിന്തയിലേക്ക് ഞാൻ ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല. കാരണം അത്തരം രംഗങ്ങളിലെ ഗുരുദേവൻ്റെ സംഭാവനകളെക്കുറിച്ച് വളരെ സൂക്ഷ്മമായും സമഗ്രവുമായും ഒക്കെ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ടാവും. അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിലേക്ക് വിജ്ഞാനത്തിൻ്റെ വെളിച്ചവും ഭേദചിന്തയുടെ വിഭ്രാന്തിയിലേക്ക് അഭേദചിന്തയുടെ ബോധത്തെളിമയും കൊണ്ടുവന്നത് ഗുരുദേവനാണെന്ന് പറയാം. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മുഴുവൻ മലയാളികളുടെയും മനസ്സിൽ വെളിച്ചത്തിൻ്റെ ബിംബമായി ഗുരു ഉയർന്നു നിൽക്കുന്നത്. വെളിച്ചത്തിൻ്റെ ബിംബം എന്ന് ഗുരുവിനെ വിശേഷിപ്പിച്ചുള്ളത് സി കേശവനാണ്. സത്യധർമ്മങ്ങളുടെ വെളിച്ചം എന്ന് സി കേശവൻ പറഞ്ഞതാണ് ശരി. തൻ്റെ ആത്മകഥയിൽ ഗുരുദേവനെ കണ്ടെത്തിയ മുഹൂർത്തം വിശദീകരിക്കുന്നിടത്താണ് സി കേശവൻ ഈ പരാമർശം നടത്തിയിട്ടുള്ളത്. ഒരു മധ്യാഹ്ന ഭാസ്കരനെ പോലെ എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചമായി നിന്നിട്ടുണ്ട് ഗുരുദേവൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സൂര്യബിംബം മനസ്സിൽ ജ്വലിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് എല്ലാ നക്ഷത്രങ്ങളും സൂര്യനാണ് എന്ന് അംഗീകരിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ന്യൂയോർക്കിൽ നടന്ന ഒരു അന്താരാഷ്ട്ര മാധ്യമ സമ്മേളനത്തിൽ വെച്ച് ന്യൂയോർക്കിൽ നിന്ന് വന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഹൂ ഈസ് ദ ഗ്രേറ്റ് സോൾ ഓഫ് ഇന്ത്യ? ഇതായിരുന്നു ആ ചോദ്യം. ഒരു നിമിഷം പോലും ആലോചിച്ച് നിൽക്കാതെ ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു, ശ്രീനാരായണ ഗുരു. ഗുരുവിനെക്കുറിച്ച് അവർ കേട്ടിരുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ടാവാം അവർ പെട്ടെന്ന് ഒരു സംശയത്തോടെ, ഒരു സന്ദേഹിയുടെ മനസ്സോടുകൂടി എന്നോട് ചോദിച്ചു, അപ്പോൾ മഹാത്മാഗാന്ധിയോ? ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിൽ മഹാത്മാഗാന്ധിയേക്കാൾ മഹത്വമുള്ളത് ഗുരുദേവനാണ്. എനിക്ക് ഏറെ സമയമെടുത്തത് അവരോട് വിശദീകരിക്കേണ്ടി വന്നു. അതിൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടാം. ഇത് മഹാത്മാഗാന്ധിയെ ചെറുതാക്കാൻ വേണ്ടി പറയുന്നതല്ല, ഗുരുവിൻ്റെ ഉയരം താഴ്ത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രം പറയുന്നതാണ്. ഗുരു രാഷ്ട്രീയത്തിൽ ഇടപെട്ട വ്യക്തിയല്ല. എന്നാൽ ആധുനിക ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങൾ മുമ്പോട്ട് വെച്ച ഒരു രാഷ്ട്രതന്ത്രജ്ഞനായി ഗുരുവിനെ എൻ്റെ മനസ്സ് കാണുന്നുണ്ട്. ജാതിയുടെയോ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിലുള്ള വിവേചനമില്ലാത്ത സമൂഹം എന്ന ഭരണഘടനയിലെ പരാമർശത്തിൻ്റെ മുന്നോടിയല്ലേ യഥാർത്ഥത്തിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന സങ്കല്പം?
സാർവത്രികമായ പ്രായപൂർത്തി വോട്ടവകാശം എന്ന ഭരണഘടനാ വ്യവസ്ഥയുടെ മുന്നോടിയല്ലേ എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ കരുതേണ്ടത് ഇതോർക്കുകയിൽ നാം എന്ന ഒരു സൂക്തം. ഈ അഡൽട്ട് ഫ്രാഞ്ചൈസൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ് എല്ലാവരും ആത്മസഹോദരരാണെന്നും ജാതിഭേദം മതദ്വേഷം എന്നിവ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടാവേണ്ടത് എന്നും പറഞ്ഞു. ഭരണഘടന വന്നപ്പോൾ നമുക്ക് ഏതാണ്ട് ആ ഒരു അവസ്ഥ രൂപപ്പെട്ട് കിട്ടിയെന്ന് പറയാം. അപ്പോൾ രാഷ്ട്രീയത്തിന് നയതന്ത്രത്തിന് ഒക്കെ എത്രയോ മുമ്പേ നടന്നു മഹാനായ ഈ കവി ആയ ഋഷി, കവിയും ഋഷിയുമായ ഈ വന്ധ്യ ഗുരുനാഥൻ എന്ന് ആലോചിക്കണം. ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്ന വിശേഷണങ്ങളുണ്ട്. ഡെമോക്രാറ്റിക്, സെക്കുലർ, സോവറിൻ റിപ്പബ്ലിക് എന്നൊക്കെയാണ് പറയുക. റിപ്പബ്ലിക് ഇന്ത്യയിൽ രൂപപ്പെടുന്നതിന് മുമ്പ് രൂപപ്പെട്ടത്, ആ റിപ്പബ്ലിക് രൂപപ്പെട്ടത് ഗുരുദേവൻ്റെ മനസ്സിലാണ് എന്ന് വേണം നമുക്ക് കരുതാൻ. ഇങ്ങനെ ഗുരുദേവൻ്റെ വ്യക്തിത്വം നാനാ പ്രകാരേണ അങ്ങനെ പ്രകാശിതമായി അങ്ങനെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഗുരുദേവൻ്റെ കാവ്യ രംഗത്തെ സംഭാവനകളെക്കുറിച്ച് മാത്രം ചില കാര്യങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ. ബഹുമുഖത്വമുള്ള പ്രതിഭകളെ അവരുടെ എല്ലാ മുഖങ്ങളും മുൻനിർത്തി ആദരിക്കാൻ നമ്മുടെ സമൂഹത്തിന് എന്തോ ഒരു വൈമുഖ്യമുണ്ട്. ഏതെങ്കിലും ഒരു മുഖത്തെ ആരാധിക്കുന്നതിൽ കേന്ദ്രീകരിക്കുകയും ആ ആരാധന ഇതര മുഖങ്ങളെ ആകെ മറച്ചു കളയുകയും ചെയ്യുക എന്ന വിപര്യം ഇവിടെ സംഭവിക്കുന്നുണ്ട്. വളരെ നിർഭാഗ്യകരമാണത്. അദ്വൈതാചാര്യൻ എന്ന വിശേഷണം കൊണ്ട് ശങ്കരാചാര്യരെയും ആത്മീയാചാര്യൻ എന്ന വിശേഷണം കൊണ്ട് ശ്രീനാരായണ ഗുരുവിനെയും വാഴ്ത്തിയപ്പോൾ അറിയാതെയാണെങ്കിലും ഒട്ടൊന്ന് മറഞ്ഞു പോയത് ഇരുവരുടെയും കാവ്യ വ്യക്തിത്വങ്ങൾ കൂടിയാണ്. ഇരുവരുടെയും സമാനതകളില്ലാത്ത സർഗാത്മകത്വമാണ് മറഞ്ഞു പോയത്. കേരളം ലോകത്തിന് സംഭാവന ചെയ്ത ഈ ഇരു ദാർശനികരുടെയും മൗലിക സാഹിത്യ സംഭാവനകളെ വിലയിരുത്താൻ കാര്യമായ ശ്രമങ്ങൾ ഇനിയും നടക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ദാർശനികത, തത്വചിന്ത, ആത്മീയത, കവിത എന്നിവയെ സന്യാസ വ്യക്തിത്വത്തിൻ്റെ സമഗ്രതയുടെ അനിവാര്യ ഘടകങ്ങളായി കാണുന്ന ഒരു സംസ്കാരം ഇവിടെ പുലർന്നിരുന്നത് കൊണ്ടുകൂടിയാവാം ഇത്. അഭിയാനന്ദ സ്വാമികളുടെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു, കവിയായ ഋഷി അല്ലെങ്കിൽ ഋഷിയായ കവി എന്ന് പറയുമ്പോൾ അതിലൊരു വലിയ ഔചിത്യ ഭംഗിയുണ്ട്, രണ്ടും തമ്മിൽ വലിയൊരു ചേർച്ചയുണ്ട് എന്ന്. എന്നാൽ എനിക്ക് തോന്നുന്നത് ഋഷിയായിരിക്കുക എന്ന് പറയുന്നത് കവിയായിരിക്കുക എന്നതിന് നേർക്കുയരുന്ന വലിയൊരു വെല്ലുവിളിയാണ്. അല്ലെങ്കിൽ കവിയായിരിക്കുക എന്നത് ഋഷിയായിരിക്കുക എന്നതിന് നേർക്കുയരുന്ന വലിയൊരു വെല്ലുവിളിയാണ്. ഇതിനെ രണ്ടിനെയും സമ്യക്കായി സംയോജിപ്പിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുക എന്ന് പറയുന്നതാകട്ടെ വളരെ മഹത്തരമായൊരു കാര്യവുമാണ്. യോഗിയായിരിക്കുക എന്നത് കവിയായിരിക്കുക എന്നതിന് ഒരളവ് വരെ തടസ്സമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അനുഭവങ്ങളുടെയും അനുഭൂതികളുടെയും അനന്തവിഹായസുകളിലേക്ക് നിരുപാധികമായി മനസ്സിനെ പറത്തിവിടാൻ, അതിലൂടെ പുതുശിഖരങ്ങളിൽ ചെന്ന് കൂടുകൂട്ടാനൊക്കെ കവികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യം യോഗിക്ക് ഇല്ല. യോഗിക്ക് ബാഹ്യാനുഭവങ്ങളിലേക്കോ ലൗകിക ഭാവനകളിലേക്കോ കടന്നു ചെല്ലാൻ ഉള്ള സ്വാതന്ത്ര്യമില്ല. ആന്തരാനുഭവങ്ങളിലേക്കും ആന്തര അനുഭൂതികളിലേക്കും മനസ്സിനെ സംയമനത്തോടെ കേന്ദ്രീകരിക്കാനേ നിർവാഹമുള്ളൂ. ആ പരിമിതിയെപ്പോലും സാധ്യതയാക്കിയ മഹാമനീഷികളാണ് ശങ്കരാചാര്യരും ശ്രീനാരായണ ഗുരുദേവനും. അതീത സത്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളാവാം അവർ നടത്തിയത്. എന്നാൽ ഇഹലോക ജീവിതത്തെ ജീവിതയോഗ്യമാക്കാനുള്ള സാരസത്തെയാണ് കവിതയിലൂടെ അവർ പകർന്നു വച്ചത്. ശങ്കരാചാര്യർ സംസ്കൃതത്തിൽ മാത്രമായി കേന്ദ്രീകരിച്ചെങ്കിൽ വേദഭാഷയിലും സംസ്കൃതത്തിലും തമിഴിലും മലയാളത്തിലും ശ്രീനാരായണ ഗുരുദേവൻ കവിതകൾ എഴുതി. ഭാഷ ഏത് എന്ന് നിർണയിച്ചത് കവിതയുടെ ഭാവമാണ്, കവിയല്ല എന്ന് ആ കവിതകളുടെ ഗാഠമായ വായനയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ എന്ന നെയ്യ് ഇതാ ഹോമിക്കുന്നു എന്ന് പറയേണ്ടിടത്ത് വേദഭാഷ. അഗ്നേ തവ യത് തേജസ് തദ് ബ്രഹ്മം അതസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി. അഗ്നേ നയ സുപധാരായി രശ്മിൻ എന്ന വേദഭാഷയ്ക്ക് ഒപ്പം നിൽക്കുന്ന ഭാഷയാണ് ഗുരുദേവൻ്റെ അഗ്നേ തവ യത് തേജസ് തദ് ബ്രഹ്മം എന്ന ഈ മന്ത്രത്തിൻ്റെ ഭാഗം എന്ന് തിരിച്ചറിയാൻ വലിയ ഗവേഷണ ബുദ്ധിയൊന്നും വേണ്ട. വേദകാലത്തിന് ശേഷം ഈ വിധത്തിലുള്ള ഭാവഗരിമയോടെ തികവാർന്ന വേദഭാഷാ ഗരിമയോടെ ഒരാളെ എഴുതിയിട്ടുള്ളൂ, അത് ഗുരുദേവനാണ്. ബ്രഹ്മത്തെക്കുറിച്ച് പറയേണ്ടിടത്ത് വേദസംസ്കൃതം, ജാതിയെക്കുറിച്ച് പറയേണ്ടുന്നിടത്ത് പച്ചമലയാളം. പറച്ചിയിൽ നിന്നും പണ്ട് പരാശര മഹാമുനി പിറന്നു മറസൂത്രിച്ച മുനി കൈവർത്തകന്യയിൽ എന്ന് ഗുരുവാദർ ജാതി നിർണയത്തിൽ എഴുതുന്നു. വേദഭാഷയും പച്ചമലയാള നാടൻ പദങ്ങൾ ഒരേ മനസ്സിൽ നിന്ന് വന്നതാണ് എന്നത് എടുത്തു പറഞ്ഞാൽ പോലും അധികം ആളുകൾക്ക് ബോധ്യമാവില്ല.
ഇത്രമേൽ ഭാഷാ വൈവിധ്യം ഇന്ത്യയിലെ മറ്റൊരു യോഗിയിൽ മറ്റൊരു കവിയിൽ കണ്ടെത്തിയിട്ടില്ല. കൺകളെത്തനൈ കരോടിയത്തനൈ കരിപ്പുലി തൊലികളെത്തനൈ തിങ്കളിൻ കലൈ വിടങ്കൾ എന്ന് തുടങ്ങുന്ന രീതിയിൽ പച്ച തമിഴിൽ എഴുതിയ ഒരു സന്യാസിവര്യൻ തന്നെയാണ് സംസ്കൃതത്തിൽ വിഷ്ണുബ്രഹ്മ സമർച്ച്യം ഭക്ത്യ ജനാദിത്യം വരുണാദിത്യം ഭാവാഭാവ ജയത്രയ രൂപമഥാ രൂപം ജിതസാരൂപം നാനാഭുവന സമാധേയം വിനുധാധേയം വരരാധേയം കേയൂരാംഗ നിഷംഗം പ്രണമത ദേവേശം ഗുഹമാവേശം എന്നും എഴുതിയത് എന്നത് എത്ര വിസ്മയത്തോടെ ആണ് നമുക്ക് കാണാൻ കഴിയുക. ഗുരുദേവൻ്റെ കവിതയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിൽ വളരെ പെട്ടെന്ന് വരുന്നത് ഇതാണ്: ഒന്നൊന്നാ എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം. ഒന്നൊന്നാ എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങുക. ഒന്നൊന്നാ എണ്ണി മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കുക. ഒന്നൊന്നാ എണ്ണി 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 അങ്ങോട്ട് ചെല്ലുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭാവനയുടെ സങ്കല്പത്തിൻ്റെ ഒരു അധിത്യകയിലേക്ക് നമ്മൾ ചെന്നെത്തുകയാണ്. അതിനപ്പുറത്തേക്ക് സങ്കല്പിക്കാനൊന്നുമില്ല, അതിനപ്പുറത്തേക്ക് ഒരു ഭാവന ചെയ്യാൻ ഒന്നുമില്ല. ഈ വിധത്തിൽ ഭാവനയുടെ അധിത്യകയിലേക്ക്, അതിൻ്റെ ആ സെനിത്തിലേക്ക്, അതിൻ്റെ ആ പീക്കിലേക്ക് കൊണ്ടെത്തിക്കാൻ, മനസ്സുകളെ കൊണ്ടെത്തിക്കാൻ എത്ര കവികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി പശ്ചാത്തലത്തിൽ വെച്ച് ആലോചിക്കുമ്പോഴാണ് ശ്രീനാരായണ ഗുരു എത്ര ശ്രേഷ്ഠരായ കവിയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നത്. ഒരു കോടി ദിവാകരൊത്തുയരും പടിവാരോട് നീരനലാദികളും കെടുമാറ് കിളർന്നു വരുന്നൊരു നിൻ വടിവെന്നും ഇരുന്നു വിളങ്ങിടണം എന്ന് പറയുന്നിടത്തും ശിഖരചിന്തനത്തിൻ്റെ തുടക്കത്തിൽ ഗുരുദേവൻ എഴുതിയിട്ടുള്ള ഭാഗമാണ്. ആ ഭാഗത്തുമൊക്കെ നമ്മൾ കാണുന്നത് ഈ സങ്കല്പനത്തിൻ്റെ ആ ഒരു മഹാകാശത്തിൻ്റെ അങ്ങേ അറ്റത്തേക്കുള്ള ഒരു ഉയരലാണ്. അങ്ങനെ ആ കൽപ്പനയ്ക്കപ്പുറത്തേക്ക് കടന്നു ചെല്ലാൻ മനുഷ്യ മനസ്സിൻ്റെ സങ്കല്പനശേഷിക്ക് സാധ്യമല്ല. അവിടേക്ക് വരെ ഒരു പുതിയ അനുഭൂതിയുടെ പ്രസരണം മനസ്സിൽ സാധിച്ചുകൊണ്ട് പുതിയ അനുഭവ മണ്ഡലത്തിലേക്ക് നമ്മളെ ആനയിച്ചുകൊണ്ട് ഗുരുദേവൻ്റെ കവിത അങ്ങനെ പറന്നെത്തുന്നു. അതിൻ്റെ ദാർശനികമായ മാനങ്ങൾ എത്ര എന്നുള്ളത് സംബന്ധിച്ച വളരെ വിപുലമായ ഗവേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഞാൻ അതുമായി ബന്ധപ്പെട്ട് പറയട്ടെ. ഇനി ഇമേജറിയുടെ കാര്യം എടുത്താലോ, കവിതയെ പലപ്പോഴും നമ്മൾ അളക്കുന്നത് അതിൻ്റെ ഇമേജറിയുടെ സവിശേഷത കൊണ്ടാണ്. സദാശിവ ദർശനത്തിൻ്റെ 7-ാം ശ്ലോകം ഒരു വാങ്മയ ചിത്രം വരച്ചു കാട്ടുന്നുണ്ട്. ഇമേജുകൾ കൊണ്ടുള്ള ചിത്രമാണത്. നിലം നിലിമ്പരാറു പാമ്പെലുമ്പൊടമ്പിളിക്കലത്തിലം വിളങ്ങിടുന്ന ചെഞ്ചിടക്കിടക്കടഞ്ഞിടും ചിലങ്ക കണ്ടു ചഞ്ചലപ്പെടും മുഖം മലർന്ന പൂങ്കുലയ്ക്ക് കുമ്പിടും പടിക്കിനിക്കനിഞ്ഞു കൂറു നീ എന്നതാണത്. ഗംഗ, നാഗം, കപാലം, അമ്പിളിക്കല എന്നിവയിൽ പ്രശോഭിക്കുന്ന ജടയുടെ ഇടയിൽ ചെറുതായി കാണാവുന്ന ചിലങ്ക കണ്ട് സംശയഗ്രസ്തയാവുന്ന പാർവതിയുടെ ചിത്രം ശിവൻ്റെ ചിത്രത്തിലൂടെ വരച്ചു കാട്ടുകയാണ് ഇവിടെ ഗുരുദേവൻ. ഒരു വാക്കുകൊണ്ട് പല കാര്യങ്ങൾ സൂചിപ്പിക്കുക, അതേപോലെ പല വിധത്തിൽ ചേർത്തും വിടുവിച്ചും വ്യത്യസ്തമായ വിധത്തിൽ വായിക്കാവുന്നതും ഓരോ വായനയിലും വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഉണർത്താൻ സമർത്ഥമായതുമായ രീതിയിൽ പദങ്ങൾ സന്നിവേശിപ്പിക്കുക, ഇതൊക്കെ അസാമാന്യ കാവ്യപ്രതിഭകൾക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ്. ഗുരുദേവൻ തൻ്റെ കവിതകളിൽ എത്രയോ ഭാഗത്ത് സാധിക്കുന്നു എന്ന് നോക്കുക. ശ്രീകൃഷ്ണ ദർശനം മുൻനിർത്തിയുള്ള ശ്രീവാസുദേവാഷ്ടകത്തിൽ ഗുരുദേവൻ എഴുതുന്നു: ആനന്ദരൂപ ജനഗാനക പൂർവദുന്ദുഭ്യാനന്ദസാഗര സുധാകര സൗകുമാര്യ മാനാപമാന സമമാനസ രാജഹംസ ശ്രീഭൂപതേ ഹരഹരേ സകലാമയം മേ. ഈ കാവ്യഭാഗത്ത് 3-ാം വരിയിൽ മാന അപമാന സമ എന്ന് ചേർത്ത് വായിച്ചാൽ ഒരർത്ഥം മാനാപമാന സമ, മാനത്തിലും അപമാനത്തിലും സമാന മനോഭാവത്തോടെ ഇരിക്കുന്നവൻ എന്ന ഒരു അർത്ഥം കിട്ടും. സമമാനസൻ എന്ന് വേർതിരിച്ച് എടുത്തു വായിച്ചാലോ സമമാനസ സ്വസ്ഥ ചിത്തൻ എന്നർത്ഥം കിട്ടും. ഇളകാത്ത ചാഞ്ചല്യമില്ലാത്ത മനസ്സുള്ളവൻ എന്ന അർത്ഥം ലഭിക്കും. സമമാനസ രാജഹംസ എന്ന് വേർപെടുത്തി വായിച്ചാൽ ഇനി 3-ാമതൊരർത്ഥം കിട്ടും. ഒരേ പദങ്ങൾ കൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള അർത്ഥങ്ങളെ സൃഷ്ടിക്കുക, പ്രതീയമാനമായ വിശേഷാർത്ഥങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സമർത്ഥമായ രീതിയിൽ പദങ്ങളുടെ സവിശേഷമായ വിനിയോഗം സാധിക്കുക എന്ന് പറയുന്നത് കവിതയുടെ ഏറ്റവും വലിയ ഉരകല്ലാണ്. എങ്കിൽ ആ ഉരകല്ലിൽ ഉരച്ചു നോക്കിയാലും ശ്രീനാരായണ ഗുരുവിനെ കടന്നു നിൽക്കുന്ന ഒരു കവി മലയാളത്തിലില്ല എന്ന് കാണാം. മഞ്ജീരമഞ്ജു മണിശിഞ്ചിത പാദപത്മകഞ്ചായ ദാക്ഷ കരുണാകര കഞ്ചനാഥ
സഞ്ജീവനൌഷധ സുധാമയ സാധുരമ്യശ്രീഭൂ ഭൂവതേ ഹരഹരേ സകലാമയമ്മേ എന്നെഴുതിയിട്ടുണ്ട് അദ്ദേഹം. ഇതിലെ 3-ാം വരിയിൽ സഞ്ജീവനൌഷധ സുധ എന്ന് വായിക്കാം. ഔഷധ എന്ന് നിർത്തിയിട്ട് സുധാമയ എന്ന് വേർതിരിച്ചും വായിക്കാം. 2 രീതിക്ക് 2 അർത്ഥങ്ങൾ. 4-ാം വരിയിൽ ഹരഹരേ എന്നത് ഒരു സംബോധനയായി വായിക്കാം. ഹര എന്ന് നിർത്തിയിട്ട് ഹരേ സകലാമയമ്മേ എന്ന് വിഘടിച്ചും വായിക്കാം. ഹര ഹരേ സകലാമയമ്മേ എന്ന് വായിക്കുമ്പോൾ എൻ്റെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കുക എന്ന അർത്ഥം കൂടി ലഭിക്കും. ഒരേ വാക്കുകൾ പല വിധത്തിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിൽ ക്രമീകരിക്കുക. ഇത് ഒരു ക്രാഫ്റ്റ് ആണെന്ന് പറഞ്ഞുകൂടാ. ഇതൊക്കെ നല്ല കവികളിൽ സംഭവിക്കുന്നതാണ്. അവരെ ഇങ്ങനെ ആവട്ടെ എന്ന് കരുതി എഴുതുന്നതല്ല. ഇങ്ങനെ അങ്ങ് എഴുതിപ്പോകുന്നു. ഇറ്റ് ഒക്കേഴ്സ് എന്ന് പറയുന്നത്, ഇറ്റ് ഹാപ്പൻസ്. അങ്ങനെ സംഭവിക്കുന്നു. അങ്ങനെ സംഭവിക്കണമെങ്കിൽ, എപ്പോഴെഴുതിയാലും അങ്ങനെ സംഭവിക്കണമെങ്കിൽ അതിൽ ഈ കവിതയുടെ ജീനിയസിൻ്റെ കനലങ്ങനെ എരിഞ്ഞു നിൽക്കുന്നുണ്ടാവണം എന്ന് എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ എരിഞ്ഞു നിന്നു ശ്രീനാരായണ ഗുരുദേവൻ്റെ മനസ്സിൽ എപ്പോഴും എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് അദ്ദേഹം എഴുതിയതിലൊക്കെ തന്നെ ഈ വിധത്തിലുള്ള സവിശേഷമായ അർത്ഥദ്യുതി ഈ വിധത്തിൽ തിളങ്ങി നിൽക്കുന്നത്. മഞ്ജീര മഞ്ജുമണി സിഞ്ചിത പാദപത്മ എന്ന് തുടങ്ങുന്ന ഗുരുദേവൻ്റെ ശ്ലോകം സൗന്ദര്യത്തിലും വൃത്തസാമ്യതയിലും ഭാവാത്മകതയിലും ശങ്കരാചാര്യരുടെ കനകധാരയിലെ അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തിം ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരമംഗലീലാമംഗല്യതാസ്തു മമ മംഗലദേവതായാം എന്നും മറ്റുമുള്ള ശ്ലോകങ്ങളുടെ ഒപ്പം വെക്കാവുന്നതാണ് എന്നതും ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഇത് രണ്ടും 2 തട്ടിലായി വെച്ചിട്ട് ഇതിൽ ഏത് ആരുടേതെന്ന് കണ്ടുപിടിക്കാൻ ഒരു ഭാഷാശാസ്ത്രജ്ഞനോട് പറഞ്ഞാൽ ആവില്ല. ശങ്കരാചാര്യർ എഴുതിയത് ഏതാണ്, ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയത് ഏതാണ് എന്നുള്ളത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. കാരണം ഞാനൊന്നുകൂടെ പറയാം. മഞ്ജീര മഞ്ജുമണി സിഞ്ചിത പാദപത്മകഞ്ചായദാക്ഷ കരുണാകര കഞ്ചനാഥ എന്നുള്ളതും അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തിം ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം എന്നുള്ളതും ഒരേ മനസ്സിൽ നിന്ന്, ഒരേ പ്രതിഭയിൽ നിന്ന് വന്നതാണെന്നല്ലേ തോന്നൂ. പക്ഷേ മഹാഋഷികൾ ഒരേപോലെ ചിന്തിക്കുന്നു, ഒരേ സംസ്കാരം പങ്കിടുന്നു എന്നല്ലാതെ ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ പറ്റില്ല. ഷൺമുഖ ദശകത്തിലാകട്ടെ കർണാഭരണങ്ങൾ കവിളിണയിൽ പ്രതിഫലിച്ച് കാണുന്നതിനെക്കുറിച്ച് പറയുന്നിടത്ത് ഗുരുദേവൻ ഒരു കാൽപ്പനിക കവിതയുടെ സമസ്ത ഭാവതലങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. പ്രകാശമാനവും കനകനിർമ്മിതവുമായ കണ്ണാടിയുടെ കാന്തിയെ അതിശയിക്കുന്ന കവിളിണയിൽ, കണ്ണാടി എങ്ങനെ തിളങ്ങുന്നു അതുപോലെ തിളങ്ങുന്ന കവിളിണ, ആ കവിളിണയിൽ കർണാഭരണങ്ങൾ പ്രതിഫലിച്ച് കാണുന്നു എന്ന് പറയാൻ നിസർഗസുന്ദരമായ സർഗാത്മകതയാൽ അനുഗ്രഹീതനായ ഒരു കവിക്ക് മാത്രമേ കഴിയൂ. സ്വർണ്ണ കണ്ണാടി കൂപ്പും കവിളിണയൊളിവിൽ കുണ്ടലം കർണബിംബം കണ്ണിൽ കാൺമാൻ കൊതിപ്പൈങ്കിളിയുടെ പവിഴച്ചുണ്ടുതോൽ കുന്നമൂക്കും വെണ്ണഖണ്ഡത്തിനുള്ള വെളിയൊളികളയും താടിയും തേടുമീ എന്നുണ്ണി പൈന്തേൻ കുഴമ്പേ പിഴ പൊറുകെ ഇവൻ ചെയ്വതും നീ എന്നാണ് ഗുരുദേവൻ പറയുന്നത്. ഇതിലെ 3-ാം വരിയിൽ കണ്ണിൽ കാൺമാൻ കൊതി എന്ന് വായിച്ച് നിർത്താം. കൊതി എന്ന വാക്കിന് ശേഷം നിർത്താതെ കൊതിപ്പൈങ്കിളി എന്ന് തുടർന്ന് വായിച്ചു പോവുകയും ചെയ്യാം. 2 വായനയിലും 2 വ്യത്യസ്ത അർത്ഥങ്ങൾ. ഗുഹാഷ്ടകത്തിൽ വിഷ്ണുബ്രഹ്മ സമർച്ച്യം ഭക്തജനാധിത്യം വരുണാധിത്യം ഭാവാഭാവ ജഗത്രയ രൂപമഥാരൂപം ജിതസാരൂപം നാനാഭുവന സമാധേയം വിനുതാധേയം വരരാധേയം കേയൂരാംഗ നിഷംഗം പ്രണമത ദേവേശം ഗുഹമാവേശം എന്നിടത്തെ ഗുഹമാവേശം എന്ന പദചേരുവയിലും സൂക്ഷ്മാർത്ഥത്തിൽ 2 ധ്വനികൾ ഉണർന്നു വരുന്നത് കാണാം. നവമഞ്ജരിയിലെ ഓരോ ശ്ലോകത്തിൻ്റെയും ആദ്യാക്ഷരങ്ങൾ ക്രമത്തിൽ നിരത്തി വച്ചാൽ നാരായണകൃത മഞ്ജരി എന്ന് വായിച്ചെടുക്കാം. നവമഞ്ജരി വീട്ടിൽ ചെന്നിട്ട് നവമഞ്ജരി എടുത്ത് മറിച്ച് നോക്കിയിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കുക. അതിലെ ഓരോ ശ്ലോകത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ തുടർച്ചയായിട്ടൊന്ന് എഴുതി നോക്കുക. അങ്ങനെ എഴുതി നോക്കുമ്പോൾ നാരായണകൃത മഞ്ജരി എന്നത് കാണാം. എന്നായി വന്നരികിൽ നിന്നായിരം കതിർ പരന്ന ആഭയുള്ള വടിവേൽ തന്നാലിവൻ അരുൾ തരുന്നാകിലൊന്നു കുറയും എന്ന് ഉള്ള ശ്ലോകഭാഗം. അതിൽ നിന്നായിരം കതിർ എന്ന് വായിക്കാം, നിൻ ആയിരം കതിർ എന്നും വായിക്കാം. നിന്നായിരം കതിർ എന്നും നിന്നായിരം, അതിൽ നിന്ന് 1000 കതിർ എന്നും വായിക്കാം. തന്നാൽ ഇവൻ അരുൾ എന്ന് വായിക്കാം, തന്നാൽ ഇവന് അരുൾ എന്നും വായിക്കാം. ഇങ്ങനെ വാക്കിൻ്റെ അടരുകൾ വിടർത്തി ചെന്നാൽ അനുഭൂതിയുടെ പൂന്തേൻ ഇനിപ്പാണ് പകർന്നു കിട്ടുക. ഒരു കൃതിയിലെ ഓരോ വാക്കിനും വ്യത്യസ്ത പാഠങ്ങൾ എന്നത് അത്യപൂർവമായി മാത്രം കാണുന്ന സവിശേഷതയാണ്.
കാളിദാസനിൽ ഇത് കണ്ടിട്ടുണ്ട്, വൈലോപ്പിള്ളിയിൽ കണ്ടിട്ടുണ്ട്. ഇക്കിളികളെ ആട്ടിയോടിക്കും എന്ന് വൈലോപ്പിള്ളി എഴുതുമ്പോൾ ഈ കിളികളെ എന്നും ഇക്കിളികളെ എന്നും വ്യത്യസ്താർത്ഥങ്ങൾ ഉതിരുന്നു. കവികൾ ഇത് കൃത്രിമമായി ഉണ്ടാക്കുന്നതല്ല. ശ്രേഷ്ഠ കവികളുടെ പദചേരുവകൾ ഈ വിധത്തിലേ ആവൂ. അതിനെ മാനദണ്ഡമാക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗുരുദേവ കവിതയ്ക്കൊപ്പം വെക്കാവുന്ന കവിത നമുക്ക് അധികമില്ല എന്ന് കാണാം. മൂർഖനാണവൻ പക്ഷേ കൊള്ളിവാക്കിലില്ലയോ വാസ്തവ നാളം എന്ന് വൈലോപ്പിള്ളി എഴുതുമ്പോൾ കൊള്ളിയും നാളവും തമ്മിൽ ചേരുന്നു, വാക്കും വാസ്തവവും തമ്മിലും ചേരുന്നു. അസാധാരണ പ്രതിഭകൾക്ക് മാത്രം സ്വയമേവ ആഗതമായി വരുന്ന രീതിയാണിത്. ഗുരുദേവ കവിതകൾ ഈ സവിശേഷതയുടെ ഒടുങ്ങാത്ത കലവറയാണ് എന്നത് കാവ്യ ഗവേഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജ്യോതിശ്ചക്രം കണക്കൻ മനമിളകി മറിഞ്ഞ് ആയുരന്തം വരും മുൻബോധക്കേടൊക്കെ നീക്കിത്തരിക അമൃതരുൾ തേൻ തുളുമ്പും പദം തേ പാതിപ്പെൺമൈ മകൻ നിൻ തിരുവടിയുടെ മേലേറിയാടുന്ന നേരം മോദിച്ചേതും മടിക്കാതവനെ ഇവിടെ നീ കൊണ്ടുവാതങ്കമയിലേന്ന് സുബ്രഹ്മണ്യ കീർത്തനത്തിലെ ഒരു ഭാഗമുണ്ട്. ജ്യോതിശ്ചക്രം കണക്കൻ മനമിളകി മറിഞ്ഞായുരന്തം വരും മുൻ. ജ്യോതിശ്ചക്രം എന്ന വാക്ക് എന്തുകൊണ്ടാണ് ഗുരുദേവൻ അവിടെ ഉപയോഗിക്കുന്നത്? അലാത ചക്രം എന്നോ മറ്റെന്തെങ്കിലും ഒരു ചക്രമെന്നോ പ്രകാശ ചക്രമെന്നോ ഒക്കെ പറഞ്ഞാലും മതിയാവുന്നിടത്ത് ഈ ജ്യോതിശ്ചക്രം എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിധി നിയോഗം, ഡെസ്റ്റിനി എന്നതിൻ്റെ ഒരു സൂചന കൂടി കലർന്നു വരുന്നു. ജ്യോതിശ്ചക്രൻ കണക്കൻ മനമിളകി എന്ന് തന്നെ പ്രയോഗിച്ചാലേ ആ അർത്ഥ ദീപ്തി കൈവരൂ. ഈ സൂക്ഷ്മത ഉചിതമായ പദത്തിന് വേണ്ടിയുള്ള ധ്യാനം ഗുരുദേവ കവിതകൾക്ക് പിന്നിലുണ്ട്. ഉചിതമായ പദം ഉചിതമായ സ്ഥാനത്ത് ഉചിതമായ സമയത്ത് ഉണർന്നു വരേണമേ എന്ന് എഴുത്തച്ഛൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഭാരതി പദാവലി തോന്നണം കാലേ കാലേ എന്ന നിലയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ സവിശേഷമായ ഒരു പ്രാർത്ഥനയുമില്ലാതെ തന്നെ പദങ്ങൾ ഗുരുദേവൻ്റെ വിരൽത്തുമ്പിൽ, ഗുരുദേവൻ്റെ മനസ്സിൽ വന്ന് ഇളകി ആടുന്നതാണ് നമ്മൾ കാണുന്നത്. മഹത്തുക്കൾ പരസ്പരം പൂരിപ്പിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ശങ്കരാചാര്യർ മരണത്തിലെ ഏകാന്തതയെക്കുറിച്ച് എഴുതി ജനനത്തിലെ ഏകാന്തതയെ വിട്ടുകളഞ്ഞു. ശ്രീനാരായണ ഗുരു പിണ്ടനന്ദി എന്ന കവിതയിൽ ആ വിടവ് നികത്തി. ശരീരം കളത്രം സുതം ബന്ധുവർഗം വയസ്യം ജനം സൽമഭൃത്യം ഭുവം ച സമസ്തം പരിത്യജ്യ ഹാ കഷ്ടമേകോ ഗമിഷ്യാമി ദുഃഖേന ദൂരം കിലാഹം എന്ന് മരണത്തിൽ ആരും കൂടെയില്ലാത്ത നിരാലംബാവസ്ഥയെക്കുറിച്ച്, നിസ്സഹായാവസ്ഥയെക്കുറിച്ച് ശങ്കരാചാര്യർ വിഷ്ണുഭുജംഗത്തിൽ എഴുതി. എല്ലാത്തിനെയും എല്ലാവരെയും ത്യജിച്ച് പോകേണ്ടി വരുന്നതിനെക്കുറിച്ച് എഴുതി. ഗുരുദേവനാകട്ടെ ഗർഭാവസ്ഥയിൽ തന്നെയുള്ള നിരാലംബതയാണ് ഇതെന്ന ചിന്ത കൊണ്ട് അതിനെ പൂരിപ്പിച്ചു. ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിലെന്താണ് എന്തൊന്നുകൊണ്ടിതു വളർന്ന ഹോ വിചിത്രം എൻ തമ്പുരാൻ്റെ കളി ഒക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ലതിന് നീ അരുളീട് ശംഭോ എന്ന ചിന്ത കൊണ്ടാണ് ഗുരുദേവൻ ആ വിടവ് പൂർത്തിയാക്കിയത്. നിരാലംബത്വത്തിൽ ആലംബം ദൈവമാണെന്ന് അഥവാ പ്രകൃതിയാണെന്ന് ഗുരുദേവൻ ചിന്തിച്ചു. പിണ്ടനന്ദിയിലും ശിവപ്രസാദ പഞ്ചകത്തിലും ഈ നിഗമനം കാണാം. ഗർഭത്തിൽ വെച്ചു ഭഗവാൻ അടിയൻ്റെ പിണ്ടമെപ്പേരു മൻപൊടു വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നിലച്ചു കണ്ടിട്ടർപ്പിച്ചിടുന്നടിയനൊക്കെയുമങ്ങ് ശംഭോ എന്ന് പിണ്ടനന്ദിയിലും പൊരുളെന്നും ഉടമ്പൊടുമക്കൾ തിരൾ എന്നും ഇതൊക്കെ അനർത്ഥകരം കരളീന്നു കളഞ്ഞുകരും കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പത് നീ എന്ന് ശിവപ്രസാദ പഞ്ചകത്തിലും ഗുരു പറയുമ്പോൾ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ആസ്തികർക്ക് ദൈവമാകാം, നാസ്തികർക്ക് പ്രകൃതിയുമാവാം. മലയാളം എന്നല്ല ഏത് ഭാഷ എടുത്താലും മതനിരപേക്ഷമായ പ്രാർത്ഥന ഒന്നേ ഉള്ളൂ, അത് ഗുരുദേവൻ്റെ ദൈവദശകമാണ്. ഏത് മതവിശ്വാസിക്കും ഒരേപോലെ ഏത് ചടങ്ങിലും പ്രാർത്ഥനയായി ആലപിക്കാൻ കഴിയുന്നതാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ സച്ചിദാനന്ദ സ്വാമി അതേക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഗുരുദേവൻ്റെ ഏത് ഈശ്വര പ്രാർത്ഥനയും മനുഷ്യ മനസ്സിലെ കാരുണ്യത്തോടുള്ള പ്രാർത്ഥനയായിരുന്നിട്ടുണ്ട് എന്ന് കാണാൻ വിഷമമില്ല. ഒരു പീഡ് എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര കാക്കുള്ളിൽ നിന്ന് തിരുമൈ വിട്ടകലാത്ത ചിന്തയും എന്ന് അദ്ദേഹം എഴുതി. ആ വരികളില്ലായിരുന്നെങ്കിൽ നമ്മുടെ പുതിയ കാലത്ത് മറ്റൊരു കവി ഒരെറുമ്പിനെ ഞാൻ ഞെരിക്കുകിൽ കൃപയാർ നമ്മ തടഞ്ഞ് ചൊല്ലിടും എന്ന വരികൾ എഴുതുമായിരുന്നില്ല. രണ്ടും വൃത്തം പോലും ഒരേപോലെയാണ്. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ എന്ന് ഗുരുദേവൻ എഴുതിയെങ്കിൽ ഒരെറുമ്പിനെ ഞാൻ ഞെരിക്കുകിൽ കൃപയാർ നമ്മ തടഞ്ഞു ചൊല്ലിടും എന്ന് നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ മറ്റൊരു കവി എഴുതി. എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടത് ഓർക്കുകയിൽ നാം കൊല്ലുന്നതും എങ്ങനെ ജീവികളെ തെല്ലും കൃപയേറ്റു ഭുജിക്കേതും എന്ന് ഗുരു എഴുതിയിരിക്കുന്നു. സൂക്ഷ്മാർത്ഥത്തിൽ അദ്വൈത പ്രകാശം ഇതല്ലാതെ മറ്റൊന്നല്ല. ഛന്ദോഗ്യോപനിഷത്തിലെ തത്വമസിയും
മാണ്ഡൂക്യോപനിഷത്തിലെ അയം ആത്മബ്രഹ്മയും ഐതിരീയോപനിഷത്തിലെ പ്രജ്ഞാനം ബ്രഹ്മയും ബൃഹദാരണ്യക ഉപനിഷത്തിലെ അഹം ബ്രഹ്മാസ്മിയും ഒക്കെ ആറ്റിക്കുറുക്കിയെടുത്ത് ഗുരുദേവൻ ഉണ്ടാക്കിയതാണ് എല്ലാവരും ആത്മസഹോദരർ എന്ന ഈ കണ്ടെത്തൽ. ഗുരുദേവൻ അത് ജീവപ്രപഞ്ചത്തിനാകെ ബാധകമാവുന്ന തലത്തിലേക്ക് ഉണർത്തി വളർത്തിയെടുത്തിരിക്കുന്നു. ഐ ആം ദ മാൻ എന്ന് താവോയിസത്തിൽ പറഞ്ഞിട്ടുള്ളതും ദ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് വിതിൻ യു എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതുമൊക്കെ ഈ സങ്കല്പത്തിൽ പ്രതിഫലിച്ചു നിൽക്കുന്നു. ദൈവദശകം വായിച്ച് കേട്ടുകൊണ്ടാണ് ഗുരുദേവൻ ഈ ഭൂമിയെ വിട്ടുപോയത് എന്ന് കേട്ടിട്ടുണ്ട്. ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്നെഴുതിയ ഒരു മനസ്സിന് അതിനേക്കാൾ സുഖകരമായി മറ്റൊരു അനുഭവം ഉണ്ടാവാനില്ല. ഗുരുദേവ കവിതകൾ സൂക്ഷ്മമായി വായിച്ചാൽ ദൈവചിന്ത പോലും അഹംഭാവത്തെ നിർവീര്യമാക്കാനുള്ള ആയുധമായാണ് ഗുരുദേവൻ ഉപയോഗിച്ചത് എന്ന് മനസ്സിലാവും. ദൈവവിശ്വാസം പ്രാണവായു പോലെ നിറഞ്ഞിരുന്ന സമൂഹത്തിൽ ദൈവവിശ്വാസത്തെ തന്നെ മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കാനുള്ള ആയുധമാക്കി ഉപയോഗിക്കുകയായിരുന്നു ഗുരു. മനുഷ്യവിശ്വാസം സുദൃഢമാക്കാനുള്ള മാർഗമായാണ് ഗുരു ദൈവവിശ്വാസത്തെ കണ്ടത്. ആ കാലത്ത് അതേ വഴിയുണ്ടായിരുന്നുള്ളൂ താനും. ജനനീ നവരത്നമഞ്ജരിയിൽ ഗുരുദേവൻ ഇതാണ് സ്പഷ്ടമാക്കി തരുന്നത്. എൻ പാപമൈവതിനൊരമ്പായിടുന്നറിവു നിൻ പാദതാരിലെഴുമെൻ അൻപാണുമൗറി ഒരിരുമ്പാം മനം ധനുരഹംഭാവിയാണു വിജയി. പാപത്തെ എയ്ത് തകർക്കാനുള്ള ശരമാണ് എനിക്ക് ആത്മജ്ഞാനം എന്ന് ഗുരുദേവൻ വ്യക്തമാക്കി തരുന്നു. ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മാവും തനിക്കൊവ്വ എന്നും ചിലർ എന്ന് പൂന്താനം അഹംഭാവത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു വെച്ചു. ഗുരുദേവനാകട്ടെ അത് തകർക്കാൻ ഉള്ള ആയുധത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചു. ഗുരുദേവനാകട്ടെ ആ നിലയ്ക്ക് നോക്കുമ്പോൾ മനുഷ്യൻ്റെ അഹംഭാവത്തിന് ഉള്ള ഒരു വലിയ പരിഹാരം നിർദ്ദേശിക്കുകയാണ് ചെയ്തത് എന്ന് കാണാം. ശിവഗിരിയിലെ ശാരദാപ്രതിഷ്ഠാകാലത്തെ ഗുരുദേവീ സ്തോത്രമായി എഴുതിയതാണ് ജനനീ നവരത്നമഞ്ജരി. വസ്തുവിനെ പ്രതീകവൽക്കരിക്കുകയും പ്രതീകങ്ങളിൽ അഭിരമിച്ച് വസ്തുവിനെ വിസ്മരിച്ചു പോവുകയും ചെയ്യുന്ന പ്രതീതി ലോകത്തിൻ്റെ വിഭ്രമാത്മകതകളിൽ നിന്ന് വസ്തുസ്ഥിതി ലോകത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് മനസ്സിനെ മടക്കിക്കൊണ്ടുവരാനുള്ള കേൾപ്പ് തരുന്നുണ്ട് ഈ കവിത. ആരായുകിൽ തിരകൾ നീരായിടുന്നു ഭണി നാരായിടുന്നു കുടവും പാരായിടുന്നതിന് നേരായിടുന്നുലകും ഓരായിലുണ്ടഖിലവും. തിര ആത്യന്തികമായി ജലം തന്നെ ആകുന്നുവെന്നും മണ്ണുകൊണ്ടുണ്ടാക്കിയ കുടം മണ്ണ് തന്നെ ആകുന്നുവെന്നും ഈ കവിത പറയുന്നു. സത്യം കണ്ടെത്തുന്നതിന് പ്രതീകം തടസ്സമാകുന്ന അവസ്ഥ സൃഷ്ടിക്കുന്ന അജ്ഞതയുടെ അന്ധകാരം നീക്കിക്കിട്ടണം എന്ന അർത്ഥനയാണ് ഇതിൽ ഉള്ളത്. ഈ വിധത്തിൽ ഗുരുദേവൻ്റെ കവിതകളിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ വലിയൊരു സൗന്ദര്യാനുഭവത്തിലേക്കാണ് മനസ്സ് പോവുക. ബാലാർക്കായുധ കോടിഭാസുര കിരീടാമുക്ത മുഗ്ധാളകാശ്രേണി നിന്ദിതവാസിക മരു സരോജാകാഞ്ചലോരു ശ്രിയം എന്നൊക്കെയുള്ള ആ ഭാഗം, അതിനെ സമാനമായി വരുന്ന ചന്ദ്രാർക്കാനല കോടി കോടി സദൃശി ചന്ദ്രാംശുബിംബാധരി ചന്ദ്രാർക്കാഗ്നി സമാന കുണ്ടലധരി സൗഭാഗ്യ മാഹേശ്വരി എന്നൊക്കെ ഉള്ള ആ ശ്ലോകങ്ങൾക്ക് സമാനമായിട്ടുള്ള എത്രയോ ശ്ലോകങ്ങളാണുള്ളത്. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യ മൗലി സ്ഫുരൽ തരാ നായക ശേഖരാം എന്നൊക്കെ ഉള്ള ആ സൗന്ദര്യ ലളിതാ സഹസ്രനാമത്തിന് മുന്നോടിയായിട്ടുള്ള ആ ദേവീ ശ്ലോകത്തിന് സമാനമായിട്ടുള്ള എത്ര ശ്ലോകങ്ങളാണുള്ളത്. അങ്ങനെ ഉള്ള ആ ഗുരുദേവൻ്റെ കാവ്യ വ്യക്തിത്വത്തെ സമഗ്രതയിൽ വിലയിരുത്താൻ കഴിയുന്ന ഒരു സെമിനാർ ആവട്ടെ ഇവിടെ നടക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിധത്തിലുള്ള ഒരു സാഹിത്യ വിചിന്തന വേദി ശിവഗിരി തീർത്ഥാടനത്തിനോടൊപ്പം വേണം എന്ന് നിഷ്കർഷിച്ച ഈ ശിവഗിരി ട്രസ്റ്റിൻ്റെ ശ്രേഷ്ഠരായ സന്യാസി വര്യന്മാരെ ഞാൻ എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം.